നമസ്കാരം, പി എസ് സി ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള പി എസ് സി LDC LGS 2024 ഫ്രീ കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ആ ഫ്രീ കോഴ്സിന്റെ ഭാഗമായി എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സിലബസ് അനുസരിച്ചുള്ള സമ്പൂർണ്ണമായ ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സുകൾ, അതും SCERT ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ആഴ്ചയും LDC LGS മുൻകാല ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ PSC യുടെ സ്ഥിരം ചോദ്യ മേഖലകളും അവ പഠിക്കേണ്ട കുറുക്ക് വഴികളും ചർച്ച ചെയ്യുന്ന LDC LGS സൂപ്പർ മാരത്തോൺ എന്നൊരു ക്ലാസ് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സ് എല്ലാ സുഹൃത്തുക്കളും മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമുക്ക് സമയം കളയേണ്ട നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് LDC LGS മുൻകാല ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സുമാണ്. അതിൽ തന്നെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതുമായി ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സുമാണ്. എന്തുകൊണ്ട് നമ്മൾ റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂണിവേഴ്സിറ്റിയുടെ LGS മെയിൻ എക്സാം എഴുതിയ സുഹൃത്തുക്കൾക്ക് അറിയാമായിരിക്കും, കേരള PSC ഇപ്പോൾ പ്രീവിയസ് ചോദ്യങ്ങൾ കൂടുതലായി ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖല നമുക്ക് കവർ ചെയ്യണമെങ്കിൽ മുൻകാല ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സും പഠിച്ചേ മതിയാകൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, നമുക്ക് സമയം കളയേണ്ട ക്ലാസ്സിലേക്ക് പോകാം. അതുപോലെ തന്നെ 2024 യൂണിവേഴ്സിറ്റി LGS മെയിൻ പരീക്ഷയ്ക്ക് നമ്മുടെ ചാനലിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ക്വസ്റ്റ്യൻസിൽ നിന്നും ഏകദേശം 65ഓളം ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഒരുപാട് സന്തോഷം. ഒത്തിരി സുഹൃത്തുക്കൾക്ക് അതിന് ഉത്തരം ലഭിച്ചു എന്നറിയുന്നു. വളരെ സന്തോഷം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിന്റെ വളർച്ച. LDC LGS എന്ന് പറയുന്ന വളരെ വിശാലമായ 2 പരീക്ഷകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇവയിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ക്ലിയർ ചെയ്തിരിക്കുമെന്നുള്ള കോൺഫിഡൻസോടുകൂടി തന്നെ സുഹൃത്തുക്കൾ നമ്മുടെ ക്ലാസ്സുകൾ കാണുക. 4 LDC LGS ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഉറപ്പായി ലഭിക്കും. അതുകൊണ്ട് നമുക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണമെന്നും ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാര സുഹൃത്തുക്കളെ നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് എന്നും പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാണ് എന്നും ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന വചനങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് അഭിപ്രായപ്പെട്ടത് ശ്രീനാരായണ ഗുരുവാണ്. ഇമ്പോർട്ടന്റ് പോയിന്റാ പറഞ്ഞത്. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് അഭിപ്രായപ്പെട്ടത് ശ്രീനാരായണ ഗുരുവാണ്. ഒന്നുകൂടി പറയാം, ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന വചനങ്ങൾ: ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാണ് എന്ന് പറഞ്ഞതും ആരാണ്? ശ്രീനാരായണ ഗുരുസ്വാമികളാണ്. പഠിക്കുക. ചട്ടമ്പി സ്വാമിയുടെ യഥാർത്ഥ നാമം അയ്യപ്പൻ എന്നാണ്. ചട്ടമ്പി സ്വാമിയുടെ യഥാർത്ഥ നാമം എന്താ സുഹൃത്തുക്കളെ? അയ്യപ്പൻ എന്നാണ്. ശ്രീനാരായണ ഗുരുവിന്റെ യഥാർത്ഥ നാമം നാരായണൻ. ശ്രീനാരായണ ഗുരുവിന്റെ യഥാർത്ഥ നാമം നാരായണൻ. കുമാരഗുരുദേവന്റെ യഥാർത്ഥ നാമം കൊമാരൻ എന്നായിരുന്നു. കുമാരഗുരുദേവന്റെ യഥാർത്ഥ നാമം കൊമാരൻ എന്നായിരുന്നു. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ നാമം ഗോവിന്ദൻ കുട്ടി. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ നാമം ഗോവിന്ദൻ കുട്ടി എന്നാണ്. അഗമാനന്ദ സ്വാമിയുടെ യഥാർത്ഥ നാമം കൃഷ്ണൻ നമ്പ്യാതിരി എന്നാണ്. അഗമാനന്ദ സ്വാമിയുടെ യഥാർത്ഥ നാമം കൃഷ്ണൻ നമ്പ്യാതിരി എന്നാണ്. ആനന്ദ തീർത്ഥയുടെ യഥാർത്ഥ നാമം ആനന്ദ ഷേണായി എന്നാണ്. ആനന്ദ തീർത്ഥയുടെ യഥാർത്ഥ നാമം ആനന്ദ ഷേണായി എന്നാണ്. വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ നാമം വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ്. പഠിച്ചോണേ, വാഗ്ഭടാനന്ദ യഥാർത്ഥ നാമം വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങളുടെ പേരും PSC പ്രീവിയസ് ആയി ഒരുപാട് തവണ ചോദിച്ചതാണ്. ശ്രീനാരായണ ഗുരുവിന്റെ യഥാർത്ഥ നാമം നാരായണൻ എന്നാണ്. കുമാരഗുരുദേവന്റെ യഥാർത്ഥ നാമം കൊമാരൻ എന്നാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ നാമം ഗോവിന്ദൻകുട്ടി എന്നാണ്. അഗമാനന്ദ സ്വാമികളുടെ യഥാർത്ഥ നാമം കൃഷ്ണ നമ്പ്യാതിരി എന്നാണ്. ആനന്ദ തീർത്ഥരുടെ യഥാർത്ഥ നാമം ആനന്ദ ഷേണായി എന്നാണ്. വാഗ്ഭടാനന്ദ യഥാർത്ഥ നാമം വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ്. ഈ പേരുകളും അവരുടെ യഥാർത്ഥ നാമങ്ങളും സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആണെന്ന് ചോദിച്ചാൽ തോമസ് ഹാർവേ ബാബർ ആണ്. പഠിക്കുക. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര് എന്ന് ചോദിച്ചാൽ അത് തോമസ് ഹാർവേ ബാബർ ആണ്.
ഒന്നാം പഴശ്ശി കലാപം നടന്നത് 1793 മുതൽ 1797 വരെ. ഒന്നാം പഴശ്ശി കലാപം നടന്നത് 1793 മുതൽ 1797 വരെ. രണ്ടാം പഴശ്ശി കലാപം നടന്നത് 1800 മുതൽ 1805 വരെ. രണ്ടാം പഴശ്ശി കലാപം നടന്നത് 1800 മുതൽ 1805 വരെയാണ്. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് പട്ടാള മേധാവിയുടെ പേരാണെങ്കിൽ അത് ആർതർ വെല്ലസ്ലി ആണ്. പഠിച്ചോളണം, ആർതർ വെല്ലസ്ലി ആണ്. കൺഫ്യൂഷൻ ഉണ്ടാവല്ലേ, ബാബറുമായിട്ട് തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി വെക്കരുത്. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് പട്ടാള മേധാവി ആരെന്ന് ചോദിച്ചാൽ അത് ആർതർ വെല്ലസ്ലി ആണ്. ആരാണ്? ആർതർ വെല്ലസ്ലി ആണ്. പഴശ്ശിരാജയെ പിടികൂടുന്നതിന് വേണ്ടി രൂപീകരിച്ച സൈനിക സംഘമാണ് കോൾക്കർ. പഠിക്കുക, പഴശ്ശിരാജയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ച സൈനിക സംഘം അറിയപ്പെടുന്ന പേരാണ് കോൾക്കർ. ഒന്നുകൂടി പറയാം. ഒന്നാം പഴശ്ശി കലാപം നടന്നത് 1793 മുതൽ 1797 വരെ. രണ്ടാം പഴശ്ശി കലാപം നടന്ന വർഷം 1800 മുതൽ 1805 വരെ. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് പട്ടാള മേധാവി ആരെന്ന് ചോദിച്ചാൽ അത് ആർതർ വെല്ലസ്ലി ആണ്. പഴശ്ശിരാജയെ പിടികൂടുന്നതിന് വേണ്ടി രൂപീകരിച്ച സൈനിക സംഘമാണ് കോൾക്കർ. പഠിക്കുക. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം പുന്നപ്ര വയലാർ സമരം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ പുന്നപ്ര വയലാർ സമരവുമായി. വട്ടത്തുപ്പിക്കാരെ പുറത്താക്കുക കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതു മറക്കരുത്. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നുള്ളത് കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചത്താലും ചെത്തും കൂത്താളി എന്നുള്ളത് കൂത്താളി സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചത്താലും ചെത്തും കൂത്താളി എന്നുള്ളത് കൂത്താളി സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വരിക വരിക സഹചരെ എന്നുള്ളത് കേരള ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് മൂന്നും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന് പറയുന്നത് കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചത്താലും ചെത്തും കൂത്താളി എന്നുള്ളത് കൂത്താളി സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വരിക വരിക സഹചരെ എന്ന് പറഞ്ഞത് കേരള ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പഠിക്കുക. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല എന്ന് ചോദിച്ചാൽ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, തൃശൂർ ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല എന്നറിയപ്പെടുന്നത് തൃശൂർ ജില്ലയാണ്. കേരളത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല കോട്ടയമാണ്. കേരളത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല എന്ന് ചോദിച്ചാൽ അത് കോട്ടയം ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ഡിജിറ്റൽ സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് പുല്ലൻപാറ, തിരുവനന്തപുരം ജില്ല. പഠിച്ചോളണേ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ അത് പുല്ലൻപാറ, തിരുവനന്തപുരം ജില്ല. ഒന്നുകൂടി പറയാം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല എന്ന് ചോദിച്ചാൽ അത് തൃശൂർ ജില്ല. കേരളത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ചോദിച്ചാൽ അത് കോട്ടയം ജില്ലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ഡിജിറ്റൽ സാക്ഷരത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് പുല്ലംപാറയാണ്. പഠിക്കുക. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, VP മേനോൻ ആണ്. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാരാണ്? VP മേനോനാണ്. പ്രീവിയസ് ആയി ഒരുപാട് തവണ PSC ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഇത്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് സർദാർ വല്ലഭായ് പട്ടേലുമായി പ്രവർത്തിച്ച മലയാളി വ്യക്തിയാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് VP മേനോനാണ്. PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് സർദാർ വല്ലഭായ് പട്ടേലുമായി പ്രവർത്തിച്ച മലയാളി ചോദിച്ചു കഴിഞ്ഞാൽ VP മേനോനാണ്. നാട്ടുരാജ്യ സംയോജന സമയത്ത് സ്റ്റേറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന മലയാളി VP മേനോൻ. നാട്ടുരാജ്യ സംയോജന സമയത്ത് സ്റ്റേറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന മലയാളിയായിരുന്നു ചോദിച്ചാൽ അത് VP മേനോനാണ്. ഇന്ത്യയുടെ അവസാനത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ രാഷ്ട്രീയ ഉപദേശകനായിരുന്ന മലയാളിയായിരുന്നു ചോദിച്ചാൽ അത് VP മേനോനാണ്. പഠിച്ചോളനെ. ഇന്ത്യയുടെ അവസാനത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ രാഷ്ട്രീയ ഉപദേശകനായിരുന്ന മലയാളിയായിരുന്നു ചോദിച്ചാൽ അത് VP മേനോനാണ്. VP മേനോന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ രണ്ടെണ്ണമുണ്ട്. രണ്ടും PSCയുടെ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. ദ സ്റ്റോറി ഓഫ് ദി ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്നുള്ള പുസ്തകം PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിരുന്നത് ഈ പുസ്തകമായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പുസ്തകമായിട്ടുള്ള ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നുള്ള പുസ്തകം ചോദിച്ചു തുടങ്ങിയത്. അപ്പോൾ PSCയുടെ ഇപ്പൊ ട്രെൻഡിങ് നിൽക്കുന്നത് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നുള്ള പുസ്തകമാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് സർദാർ വല്ലഭായ് പട്ടേലുമായി പ്രവർത്തിച്ച മലയാളി വ്യക്തിത്വം
VP മേനോനാണ്. നാട്ടുരാജ്യ സംയോജന സമയത്ത് സ്റ്റേറ്റ് സെക്രട്ടറി ആയി പ്രവർത്തിച്ചിരുന്ന വ്യക്തി അല്ലെങ്കിൽ മലയാളിയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് VP മേനോനാണ്. ഇന്ത്യയുടെ അവസാനത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ രാഷ്ട്രീയ ഉപദേശകനായിരുന്ന മലയാളിയാണെന്ന് ചോദിച്ചാൽ അത് VP മേനോനാണ്. VP മേനോന്റെ രണ്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ദ സ്റ്റോറി ഓഫ് ദി ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്നുള്ളത് VP മേനോന്റെ പുസ്തകമാണ്. അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ടതാണ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യയും പഠിക്കുക. താഴെ പറയുന്നവയിൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ അത് പോണ്ടിച്ചേരിയാണ്, അല്ലെങ്കിൽ ഫ്രാൻസിന്റെ തലസ്ഥാനമായിട്ടൊക്കെ ഉള്ളത് പോണ്ടിച്ചേരി ആയിരുന്നു കേട്ടോ. താഴെ പറയുന്നതിൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം എന്ന് ചോദിച്ചാൽ പോണ്ടിച്ചേരിയാണ്. കാരണം പോണ്ടിച്ചേരി എന്ന് പറയുന്നത് ഫ്രാൻസിന്റെ തലസ്ഥാന നഗരമായിരുന്നു. പ്രധാന ഫ്രഞ്ച് കോളനികളായിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് പോണ്ടിച്ചേരി, കാരയ്ക്കല്, തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ഭാഗം. പോണ്ടിച്ചേരി, കാരയ്ക്കല് തമിഴ്നാട് സംസ്ഥാനത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. മാഹി കേരള സംസ്ഥാനത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. യാനം ആന്ധ്രാപ്രദേശ് സംസ്ഥാനമായി ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ തന്നെ PSC ചോദിക്കും, അതുകൊണ്ട് പഠിക്കുക. പ്രധാന ഫ്രഞ്ച് കോളനികളായിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പോണ്ടിച്ചേരിയും കാരയ്ക്കലും തമിഴ്നാട് സംസ്ഥാനത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് പോണ്ടിച്ചേരിയും കാരയ്ക്കലും. അതുപോലെ തന്നെ മാഹി കേരള സംസ്ഥാനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് ആരാണ്? മാഹിയാണ്. അതുപോലെ തന്നെ യാനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് യാനം. അപ്പോ പ്രധാനപ്പെട്ട ഫ്രഞ്ച് കോളനികൾ ഏതൊക്കെയായിരുന്നു? പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം എന്നിവയായിരുന്നു. ഒന്നുകൂടി പറയാൻ ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കളെ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളി അംഗമാരാണ്? ഉത്തരം KM പണിക്കരാണ്. KM പണിക്കരായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായിട്ടുള്ള അംഗം. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷനായിരുന്നു ചോദിച്ചാൽ സർദാർ KM പണിക്കരാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷനായിരുന്ന വ്യക്തിയായിരുന്നു ചോദിച്ചാൽ സർദാർ KM പണിക്കരാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി സർദാർ KM പണിക്കരാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയാണെന്ന് ചോദിച്ചാൽ സർദാർ KM പണിക്കരാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. പ്രീവിയസ് ചോദ്യം. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളി സാന്നിധ്യം എന്നറിയപ്പെടുന്നത് സർദാർ KM പണിക്കരാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളി സാന്നിധ്യമാരെന്ന് ചോദിച്ചാൽ സർദാർ KM പണിക്കരാണ്. 1930 വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളിയാരെന്ന് ചോദിച്ചാൽ അത് സർദാർ KM പണിക്കരാണ്. 1930 വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി വ്യക്തിത്വമാരെന്ന് ചോദിച്ചാൽ അത് സർദാർ KM പണിക്കരാണ്. സർദാർ KM പണിക്കരുടെ പ്രധാന പുസ്തകങ്ങൾ PSC ചോദിച്ചത് മാത്രമാണ്. 2 ചൈനകളിൽ, കേരള സിംഹം, ധൂമകേതുവിന്റെ ഉദയം, ബാലികാമതം, പ്രേമഗീതം. ഇവ PSC എല്ലാം 30 കൂടുതൽ തവണ റിപ്പീറ്റ് ആയി ചോദിച്ചത് കൊണ്ടാണ് പറഞ്ഞത്. സർദാർ KM പണിക്കറിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ 2 ചൈനകളിൽ, കേരള സിംഹം, ധൂമകേതുവിന്റെ ഉദയം, ബാലികാമതം, പ്രേമഗീതി. ഇത്രയും സുഹൃത്തുക്കളെ പഠിച്ചു വെക്കുക. റൂക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാ സുഹൃത്തുക്കളെ? റൂക്കേല ഇരുമ്പുരുക്കുശാല ജർമ്മനിയിൽ. റൂക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ചോദിച്ചാൽ അത് ഓപ്ഷൻ എ ജർമ്മനിയാണ്. റൂക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ചോദിച്ചാൽ അത് ജർമ്മനിയാണ്. ദുർഗാപൂരിന് സഹായം നൽകിയത് ബ്രിട്ടനാണ്. ഭിലായിക്ക് സഹായം നൽകിയ രാജ്യം റഷ്യയാണ്. ബൊക്കാറോ ഇരുമ്പുരുക്കുശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? റഷ്യ തന്നെയാണ്. റൂക്കേല ഇരുമ്പുരുക്കുശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ചോദിച്ചാൽ അത് ജർമ്മനിയാണ്. ഇതിനുള്ള കോഡ് നമ്മൾ പറഞ്ഞിരുന്നു. DBRG എന്നുള്ള കോഡ് വെച്ച് ഈസി ആയിട്ട് സുഹൃത്തുക്കൾക്ക് ഈ പോയിന്റ് കിട്ടിക്കാണും. D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർഗാപൂരാണ്. സഹായിച്ച രാജ്യം തൊട്ടടുത്ത് കിടക്കുന്ന B ആണ്, അതുകൊണ്ട് ബ്രിട്ടൻ. ഇനി ബിക്കകത്തുള്ള 2 പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാലകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഭിലായും ബൊക്കാറോയും. അതിന് സഹായിച്ച രാജ്യമാണെന്ന് ചോദിച്ചാൽ അത് റഷ്യയാണ്. അതുപോലെ തന്നെ 6 തുടങ്ങുന്ന ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാല എന്ന് ചോദിച്ചാൽ റൂക്കേല. സഹായിച്ച രാജ്യം തൊട്ടടുത്ത് കിടക്കുന്ന G എന്ന് പറയുന്നു. അതാരാണ്? ജർമ്മനിയാണ്. പഠിക്കുക. ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരി ആയതേത് എന്നങ്ങ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാല് സുഹൃത്തുക്കൾ ആദ്യം ചെയ്യാനുള്ള സിമ്പിൾ ടിപ്പ് പറഞ്ഞു തരാം. ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അപ്പോൾ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങ് മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവും, നമുക്ക് മൈനസ് മാർക്ക് നേടിത്തരികയും ചെയ്യും. അപ്പോ തെറ്റോ ശരിയോ എന്നുള്ള പ്രസ്താവനയാണെങ്കിൽ ശരിയാണോ തെറ്റാണോ എന്നുള്ളതിന്റെ അങ്ങ് അണ്ടർലൈൻ ചെയ്തേക്കുക. അപ്പോൾ തന്നെ നമ്മുടെ കൺഫ്യൂഷൻ പകുതിയായി തന്നെ കുറയുന്നതാണ്. എന്നിട്ട് വേണം നമ്മൾ ഓപ്ഷൻസ് വായിച്ചു നോക്കുവാൻ. ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ
നിരയെന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ശരിയാണ്. ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിരയെന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ലോകത്തിൽ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു. അത് തെറ്റാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ നമുക്കിവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് PSC ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഉത്തരം എന്താ സുഹൃത്തുക്കളെ? 1, 3 ഓപ്ഷൻ സി 1, 3. ഹിമാദ്രിയെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഹിമാലയൻ പർവ്വതനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഗ്രേറ്റർ ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഗ്രേറ്റർ ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഹിമാലയത്തിന്റെ ഭാഗമായുള്ള ഉയരം കൂടിയ കൊടുമുടി കാണപ്പെടുന്നത് ഹിമാദ്രിയിലാണ്. ഹിമാലയത്തിന്റെ ഭാഗമായുള്ള ഉയരം കൂടിയ കൊടുമുടികൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഹിമാദ്രിയിലാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം. ഹിമാലയൻ പർവ്വതനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഹിമാദ്രി. ഗ്രേറ്റർ ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഹിമാലയത്തിന്റെ ഭാഗമായുള്ള ഉയരം കൂടിയ കൊടുമുടികൾ കാണപ്പെടുന്നത് ഹിമാദ്രിയിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് മൗണ്ട് എവറസ്റ്റ് എന്നാണ്. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ ആണ്. പഠിച്ചോളെ. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? നേപ്പാൾ ആണ്. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? നേപ്പാൾ ആണ്. നേപ്പാളിൽ സാഗർമാത എന്ന പേരിൽ അറിയപ്പെടുന്ന കൊടുമുടി മൗണ്ട് എവറസ്റ്റ് ആണ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. നേപ്പാളിൽ സാഗർമാത എന്ന പേരിൽ അറിയപ്പെടുന്ന കൊടുമുടി ഏതാണ്? മൗണ്ട് എവറസ്റ്റ് ആണ്. പീക്ക് 15 എന്ന പേരിൽ അറിയപ്പെടുന്ന കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് മൗണ്ട് എവറസ്റ്റ് ആണ്. പീക്ക് 15 എന്ന പേരിൽ അറിയപ്പെടുന്ന കൊടുമുടി ഏതാണ്? മൗണ്ട് എവറസ്റ്റ് ആണ്. ചോമോ ലുക്മ എന്ന പേരിൽ ടിബറ്റിൽ അറിയപ്പെടുന്ന കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് മൗണ്ട് എവറസ്റ്റ് ആണ്. ചോമോ ലുക്മ എന്ന ടിബറ്റിൽ അറിയപ്പെടുന്ന കൊടുമുടി ഏത് എന്ന് ചോദിച്ചാൽ അത് മൗണ്ട് എവറസ്റ്റ് ആണ്. മൗണ്ട് എവറസ്റ്റ് കൊടുമുടിയുടെ ഭാഗമായി വരുന്ന ദേശീയ ഉദ്യാനം ചോദിച്ചാൽ അത് സാഗർമാത ദേശീയ ഉദ്യാനം. PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. മൗണ്ട് എവറസ്റ്റ് കൊടുമുടിയുടെ ഭാഗമായി വരുന്ന ദേശീയ ഉദ്യാനം ഏതെന്ന് ചോദിച്ചാൽ അത് സാഗർമാത ദേശീയ ഉദ്യാനം. അല്ലെങ്കിൽ PSC തിരിച്ചും ചോദിക്കാറുണ്ട്. സാഗർമാത ദേശീയ ഉദ്യാനത്തിന്റെ ഭാഗമായി വരുന്ന കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് എവറസ്റ്റ് ആണ്. ഇത് രണ്ടും സുഹൃത്തുക്കൾ പഠിച്ചോളുക. ഒന്നുകൂടി പറയാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് മൗണ്ട് എവറസ്റ്റ് ആണ്. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ചോദിച്ചാൽ അത് നേപ്പാൾ ആണ്. നേപ്പാളിൽ സാഗർമാത എന്ന പേരിൽ അറിയപ്പെടുന്ന കൊടുമുടി മൗണ്ട് എവറസ്റ്റ് ആണ്. പീക്ക് 15 എന്ന പേരിൽ അറിയപ്പെടുന്ന കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് മൗണ്ട് എവറസ്റ്റ് ആണ്. ചോമോ ലുക്മ എന്ന പേരിൽ ടിബറ്റിൽ അറിയപ്പെട്ടിരുന്ന കൊടുമുടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൗണ്ട് എവറസ്റ്റ് ആണ്. മൗണ്ട് എവറസ്റ്റ് കൊടുമുടിയുടെ ഭാഗമായി വരുന്ന ദേശീയ ഉദ്യാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് സാഗർമാത ദേശീയ ഉദ്യാനം. പഠിക്കുക. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായതേത് എന്നാണ് കണ്ടെത്താനുള്ളത്. ഏതാണ് ശരിയായതേത് എന്നാണ് കണ്ടെത്താനുള്ളത്? 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. സത്യത്തിൽ 7 രാജ്യങ്ങളല്ല, 9 രാജ്യങ്ങളാണ്. ഇവിടെ പറയേണ്ടിയിരുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ 7 രാജ്യങ്ങളുമായി ഇന്ത്യ കരയതിർത്തി പങ്കിടുന്നു എന്നാണ് പറയേണ്ടിയിരുന്നത്. അത് പക്ഷേ PSC പറഞ്ഞിട്ടില്ല. എന്നാൽ PSC ഉത്തര സൂചികയിൽ വരുമ്പോഴുള്ള പ്രശ്നം നമുക്ക് പറയാം. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ കരയതിർത്തി പങ്കിടുന്നു. ശരിയാണ്. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ കരയതിർത്തി പങ്കിടുന്നു. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറച്ചു ദൂരം കരയതിർത്തി പങ്കിടുന്നു. പഠിച്ചോളെ. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ കരയതിർത്തി എന്ത് ചെയ്യുന്നു? പങ്കിടുന്നു. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം കരയതിർത്തി എന്ത് ചെയ്യുന്നു? പങ്കിടുന്നു. പഠിക്കുക. അപ്പോൾ ഇത് ശരിയായ ഉത്തരം PSC കൊടുത്തത് ഓപ്ഷൻ ഡിക്കാണ് ഇപ്പോൾ ഉത്തരം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവുമോ ഇല്ലയോ എന്നറിയില്ല. 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു എന്ന് പറയുന്നത് ശരിയല്ല. മൊത്തം 9 രാജ്യങ്ങളാണുള്ളത്. 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നു എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. എന്നാൽ PSC ഇപ്പോൾ ഉത്തരം നൽകിയിരിക്കുന്നത് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണ് എന്നുള്ളതാണ്. ഇന്ത്യയുമായി കരയതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് 7 ആണ്. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് 9 ആണ്. ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ചോദിച്ചാൽ അത് 2 ആണ്. അവരാരൊക്കെയാണ്? മാലിദ്വീപും ശ്രീലങ്കയുമാണ്. ആരൊക്കെയാണ്? മാലിദ്വീപും ശ്രീലങ്കയുമാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരയതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ് ആണ്. പഠിച്ചോളണേ. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരയതിർത്തി പങ്കിടുന്ന രാജ്യം ചോദിച്ചാൽ അത് ബംഗ്ലാദേശ് ആണ്. ഇന്ത്യയുമായി ഏറ്റവും കുറച്ച് കരയതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ ആണ്. ഇന്ത്യയുമായി ഏറ്റവും കുറച്ച് കര അതിർത്തി പങ്കിടുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് അഫ്ഗാനിസ്ഥാൻ ആണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചോദിച്ചാൽ അത് ചൈനയാണ്. ഇന്ത്യയുമായിട്ട് അവന്
കരയതിർത്തിയുണ്ട്. എന്നാൽ അവൻ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ രാജ്യമാണ്. അതാരാണ്? ചൈനയാണ്. ഇന്ത്യയുമായി കരയതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭൂട്ടാനാണ്. ഇന്ത്യയുമായി കരയതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? ഭൂട്ടാനാണ്. ഇതാണ് വ്യത്യാസം സുഹൃത്തുക്കൾ പഠിക്കേണ്ടത്. ഒന്നുകൂടി പറയാം. ഇന്ത്യയുമായി കരയതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 7 ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങൾ മൊത്തം 9 ഇന്ത്യയുമായി സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ചോദിച്ചാൽ അത് 2 പേരാണ്, മാലിദ്വീപും ശ്രീലങ്കയും. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരയതിർത്തി പങ്കിടുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായി ഏറ്റവും കുറച്ച് കരയതിർത്തി പങ്കിടുന്ന രാജ്യം ചോദിച്ചാൽ അത് അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യയുമായി കരയതിർത്തി പങ്കിടുന്ന രാജ്യത്തിൽ ഏറ്റവും വലിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചൈനയും. ഇന്ത്യയുമായി കരയതിർത്തി പങ്കിടുന്ന ചെറിയ രാജ്യം എന്ന് ചോദിച്ചാൽ അത് ഭൂട്ടാനാണ്. പഠിക്കുക. ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് കണ്ടെത്താനുള്ളത്. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. ഉത്തരം ശരിയാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമണ്ടൽ തീരം. അത് തെറ്റാണ്. സുന്ദരവനം പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം എന്ന് പറയുന്നത്. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം എന്ന് പറയുന്നത്. ഇതും ഉത്തരം ശരിയാണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് കണ്ടെത്താൻ പറഞ്ഞാൽ ഓപ്ഷൻ ബി 2 മാത്രമാണ്. പഠിച്ചോളണേ, ഓപ്ഷൻ ബി 2 മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തെറ്റാണോ ശരിയാണോ എന്നുള്ളതിനെ അണ്ടർലൈൻ ചെയ്തതിന് ശേഷം മാത്രമേ സുഹൃത്തുക്കളെ നിങ്ങൾ പ്രസ്താവനകൾ വായിച്ചു നോക്കാവൂ. ഇല്ലെങ്കിൽ പ്രസ്താവനകൾ വായിച്ചു നോക്കും, പെട്ടെന്ന് ആൻസർ ചെയ്യും. അപ്പോഴായിരിക്കും നമ്മൾ ഓപ്ഷനിൽ കാണുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നോക്കാൻ മറന്നിരിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കൾ ആ ഭാഗം ശ്രദ്ധിക്കുക. പടിഞ്ഞാറൻ തീരസമതലം തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ നീണ്ടു കിടക്കുന്ന തീരസമതലം അറിയപ്പെടുന്ന പേരാണ് പടിഞ്ഞാറ് തീരസമതലം. തെക്ക് തമിഴ്നാട് സംസ്ഥാനം മുതൽ വടക്ക് ഗുജറാത്ത് സംസ്ഥാനം വരെ നീണ്ടു കിടക്കുന്ന തീരസമതലം അറിയപ്പെടുന്ന പേരാണ് പടിഞ്ഞാറൻ തീരസമതലം. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരസമതലം ചോദിച്ചാലും പടിഞ്ഞാറൻ തീരസമതലമാണ്. പഠിക്കുക. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരസമതലം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതേതാണ്? പടിഞ്ഞാറൻ തീരസമതലമാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂണിന് പ്രഭാവം കൂടുതലായി അനുഭവപ്പെടുന്ന തീരപ്രദേശം ചോദിച്ചാൽ അത് പടിഞ്ഞാറൻ തീരപ്രദേശം. തെക്കു പടിഞ്ഞാറൻ മൺസൂണിന് കൂടുതലായി പ്രഭാവം അനുഭവപ്പെടുന്ന തീരപ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ അത് പടിഞ്ഞാറൻ തീരസമതലമാണ്. പൊഴികളും അഴിമുഖവും കാണപ്പെടുന്നത് പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമായാണ്. പൊഴികളും അഴിമുഖവും കാണപ്പെടുന്നത് പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമായാണ്. പടിഞ്ഞാറൻ തീരസമതലത്തെ പ്രധാനമായും 4 തരംതിരിച്ചിരിക്കുന്നു. പടിഞ്ഞാറൻ തീരസമതലത്തെ പ്രധാനമായിട്ടും 4 തരംതിരിച്ചിരിക്കുന്നു. കച്ച് കത്തിയാവാർ തീരസമതലം. എന്താണ് കച്ച് കത്തിയാവാർ തീരസമതലം? ഗുജറാത്ത് തീരം എന്നറിയപ്പെടുന്നത് കച്ച് കത്തിയാവാർ തീരസമതലമാണ്. ഗുജറാത്ത് തീരം എന്നറിയപ്പെടുന്നത് കച്ച് കത്തിയാവാർ തീരസമതലമാണ്. ഗുജറാത്തിലെ ഭാഗമായി വരുന്ന റാൻ ഓഫ് കച്ച് മുതൽ ആരംഭിച്ച് കത്തിയാർ വരെ സ്ഥിതി ചെയ്യുന്നതാണ് കച്ച് കത്തിയാർ തീരസമതലം. ഗുജറാത്തിന്റെ ഭാഗമായി വരുന്ന റാൻ ഓഫ് കച്ച് മുതൽ ആരംഭിച്ച് കത്തിയാർ വരെ സ്ഥിതി ചെയ്യുന്ന തീരസമതലമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കച്ച് കത്തിയാവാർ തീരം എന്നറിയപ്പെടുന്നത്. കാനഡ തീരം മർമഗോവ മുതൽ മംഗലാപുരം വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് കാനഡ തീരം. മർമഗോവ മുതൽ മംഗലാപുരം വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് കാനഡ തീരം. മലബാർ തീരം മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് മലബാർ തീരം. മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന തീരമാണ് മലബാർ തീരം എന്നറിയുന്നത്. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ചത് ശരിയായത് കണ്ടെത്തുക. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ചതിൽ ശരിയായത് കണ്ടെത്തുക. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. ശരിയാണ്. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ്. ശരിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം ജനഗണമന അല്ല. സുഹൃത്തുക്കൾ പഠിക്കുക. ഇന്ത്യയുടെ ദേശീയ ഗീതം ജനഗണമന അല്ല. അതേതാണ്? വന്ദേ മാതരമാണ്. അപ്പോൾ ഇവിടെ ശരിയായ പ്രസ്താവനകൾ 1ഉം 2ഉമാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന പോയിന്റ് ആണ് ഇതിനകത്ത് പറയുന്നത്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ചോദിച്ചാൽ ഹോക്കി. ഇന്ത്യയുടെ ദേശീയ മൃഗം ചോദിച്ചു കഴിഞ്ഞാൽ അത് കടുവയാണ്. ഇന്ത്യയുടെ ദേശീയ മൃഗം ചോദിച്ചു കഴിഞ്ഞാൽ അത് കടുവയാണ്. ഇന്ത്യയുടെ പൈതൃക മൃഗം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആനയാണ്. ഇന്ത്യയുടെ പൈതൃക മൃഗം ആനയാണ്. ഇന്ത്യയുടെ ദേശീയ പക്ഷി എന്നറിയപ്പെടുന്നത് മയിലാണ്. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം എന്നറിയപ്പെടുന്നത് പേരാലാണ്. ഇന്ത്യയുടെ ദേശീയ ജലജീവി എന്നറിയപ്പെടുന്നത് ഗംഗാ ഡോൾഫിൻ ആണ്. ഇന്ത്യയുടെ ദേശീയ ഫലം മാങ്ങയാണ്. ഇന്ത്യയുടെ ദേശീയ ലിപി ദേവനാഗരി ലിപിയാണ്. ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമരയാണ്. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ ആണ്.
ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്രയാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമനയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരമാണ്. പഠിക്കുക ഇത്രയും ഭാഗം. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയാണ്. ഇന്ത്യയുടെ പൈതൃക മൃഗം ആനയാണ്. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിലാണ്. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാലാണ്. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിനാണ്. ഇന്ത്യയുടെ ദേശീയ ഫലം മാങ്ങയാണ്. ഇന്ത്യയുടെ ദേശീയ ലിപി ദേവനാഗരി ലിപിയാണ്. ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമരയാണ്. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടറാണ്. ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്രയാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണ മനയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം. പഠിക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇത് യൂണിവേഴ്സിറ്റി LGSന്റെ മെയിൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാർട്ട് 1 മാത്രമാണ്. ഇത്രയും നേരം ഈ വീഡിയോ കൊണ്ട് സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് എത്തുന്നതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.